രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യുമായി തിരുവല്ലയിൽ തെളിവെടുപ്പ് പോലീസ് നടത്തിയത്. ഈ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലുമായി പോലീസ് സംഘം എയർ ക്യാമ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് അല്പസമയം മുൻപ് ഷഫീദ് റാവുത്തർ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമായും ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഈ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് ഏറെ പ്രധാനവുമാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് കോടതി വിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് പോലീസ് നടത്തിയത്. ജനുവരി 15 വരെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതുവരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനായി കൊണ്ടുപോകാനും അനുമതി നൽകിയിട്ടുണ്ട്. പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ പ്രകാരം തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലും ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലും എത്തിച്ചാണ് പ്രധാനമായും പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണമാണ് രാഹുലിനെതിരെ ഈ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ചൂഷണം ചെയ്തു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളുമുണ്ട്. 3ാമത്തെ പരാതിയാണ് രാഹുൽ മാങ്കുട്ടത്തലിനെ സംബന്ധിച്ച് ഇത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. മറ്റ് 2 പരാതികളിലും സമാനമായിട്ടുള്ള ആരോപണമാണ് യുവതികൾ ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമെന്ന് പറയുന്നത് ഇതിലെ ഡിജിറ്റൽ തെളിവുകളാണ്. അതിന് രാഹുൽ മാങ്കുട്ടത്തലിന്റെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രേഖകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. വാട്സാപ്പ് ചാറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ബലാത്സംഗം, ഗർഭചിത്രം, സാമ്പത്തിക തട്ടിപ്പ് എന്നിങ്ങനെ അതീവ ഗൌരവകരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ നേരിടുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, രാവിലെ 5 മണിക്ക് തുടങ്ങിയ തെളിവെടുപ്പാണ്. അതിപ്പോൾ 2 ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുലിനെയും കൊണ്ട് എയർ ക്യാമ്പിലേക്ക് തന്നെയാണോ പോകുന്നത്? എങ്ങനെയായിരിക്കും ഇനിയുള്ള പോലീസിന്റെ നീക്കം? പ്രത്യേകിച്ച് പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബിൽഡേഴ്സുമായിട്ടുള്ള കൂടുതൽ വിവരശേഖരണങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? രാഹുലുമായിട്ടായിരിക്കുമോ ഈ വിവരശേഖരണം? എങ്ങനെയാണ്? പ്രവിത, എന്തായാലും ഈ തെളിവെടുപ്പ് ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി രാഹുലുമായുള്ള വാഹന വ്യൂഹം ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞത് AR ക്യാമ്പിലെ റൂട്ടിലേക്കാണ് വാഹനം കടന്നിരിക്കുന്നത്. അടുത്തത് AR ക്യാമ്പിൽ എത്തിച്ച ശേഷമായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും കടക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതീവ രഹസ്യമായാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ SIT മുന്നോട്ട് നീക്കുന്നത്. അതായത് മാധ്യമങ്ങൾ വഴി ആണെങ്കിൽ പോലും പ്രതിഷേധക്കാർ രാഹുലിനെ ഇന്ന സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ വലിയ പ്രതിഷേധമുണ്ടാകും എന്നുള്ള ഒരു വിവരം നിലവിൽ പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അതീവ രഹസ്യമാണ്. നിലവിൽ ഇപ്പോൾ AR ക്യാമ്പിലേക്കുള്ള പത്തനംതിട്ട AR ക്യാമ്പിലേക്കുള്ള റോഡിലൂടെയാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനമായും തെളിവെടുപ്പിന് രാഹുലിനെ എത്തിക്കേണ്ടത് മുൻപേ അറിയിച്ചിട്ടുള്ള കോടതിയിൽ അറിയിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊന്ന് രാഹുലിന്റെ അടൂരിലുള്ള വീടാണ്, മറ്റൊന്ന് പാലക്കാട്ടെ രാഹുലിന്റെ MLA ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ഉള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പാലക്കാട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് പോലീസ് കടക്കുക. പാലക്കാട്ടേക്കുള്ള യാത്ര അത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതായത് അന്വേഷണ സംഘത്തിനൊപ്പം രാഹുലിനെ കൂടി കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത കൈവന്നിട്ടില്ല. കാരണം നിലവിൽ ഈ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ആ സമയം കൂടി, അതായത് പാലക്കാട്ടേക്കുള്ള യാത്രയുടെ സമയത്ത് രാഹുലിനെ AR ക്യാമ്പിൽ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ SIT എത്തിയേക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാലക്കാട്ടേക്കുള്ള ഈ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമാവും പോവുക. ഒപ്പം നിലവിൽ ഇപ്പോൾ ഈ രാഹുലുമായുള്ള വാഹന വ്യൂഹം AR ക്യാമ്പിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 31 കിലോമീറ്റർ ഇവിടേക്ക് യാത്രയുണ്ട്. വലിയ വാഹന വ്യൂഹമുണ്ട്. ഈ സ്വാഭാവികമായും ഇനി പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിൽ രാഹുലുമായുള്ള തെളിവെടുപ്പ് തുടങ്ങി എന്നുള്ള വിവരം സംഘടനകളും പ്രതിഷേധക്കാരുമൊക്കെ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AR ക്യാമ്പ് പരിസരത്ത് പോലും ഇനിയുള്ള പ്രതിഷേധ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇനി AR ക്യാമ്പ് പരിസരത്തൊക്കെ ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതുതന്നെയാണ്. എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിഷേധത്തെ നേരിടുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ അത് നമ്മൾ കണ്ടതുമാണ്.
എന്നുള്ളതാണ്. ഇന്നലെ സുരക്ഷാ കവചമൊരുക്കിയാണ് പോലീസിൽ ഈ ചീമുട്ടയേറിൽ രാഹുലിനെ സംരക്ഷിച്ചത്. അത് പൂർണ്ണമായും പോലീസ് ഈ ഷീൽഡ് കൊണ്ട് രാഹുലിനെ 4 വശവും മുകൾ ഭാഗവും കവർ ചെയ്താണ് കോടതിയിൽ നിന്ന് വാഹനം വരെ എത്തിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ മാധ്യമങ്ങൾ മാത്രമാണ് ഈ തെളിവെടുപ്പ് നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ പോലും അവിടെയും അതീവ സുരക്ഷയിലാണ് രാഹുലിനെ പുറത്തിറക്കിയതും. തെളിവെടുപ്പ് നടക്കുന്ന ആ ഹോട്ടലിന്റെ ക്ലബ് 7 ഹോട്ടലിന്റെ 2ാം നിലയിലെ 408 തുടരുക. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കുകയാണ്. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം എന്നുള്ളതാണ്. പാലക്കാടും വടകരയിലും പരിശോധന നടത്താനാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില സ്ഥലങ്ങളിലും പരിശോധന നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഓൺ 24 ഷഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് രാഹുലിന്റെ ലാപ്ടോപ്പ് തന്നെയാണ്, ഒപ്പം മൊബൈൽ ഫോണും. ഇത് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം? പ്രവീണ, ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് വടകരയിലുള്ള പോലീസിന്റെ അന്വേഷണവും പരിശോധനയുമാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബൈമൗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ 2 ഫോണുകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 ഫോണുകളും ഫോൺ അൺലോക്ക് ചെയ്തുള്ള പരിശോധനയ്ക്ക് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് ആ ഫോണുകൾ അയക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലാപ്ടോപ്പാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഇടപാടുകൾ നടത്തിയ, ചില ചാറ്റുകൾ നടത്തിയിട്ടുള്ള ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിനെ കുറിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ രാഹുലിനോട് ആവർത്തിച്ച് അന്വേഷണ സംഘം ചോദിച്ചിരുന്നു. എന്നാൽ അതെവിടെയെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ വടകരയിലും പാലക്കാട്ടും അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അന്വേഷണ സംഘം പരിശോധന നടത്തുകയായിരിക്കാം. വടകര എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. വടകരയിലെ ഫ്ളാറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ വടകരയിലും അതേപോലെ തന്നെ പാലക്കാട്ടും പരിശോധന നടത്താൻ അന്വേഷണ സംഘം നീക്കം നടത്തുമ്പോൾ ആ ലാപ്ടോപ്പ് ഏത് വിധേനയും കണ്ടെടുക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയുള്ള കേസുകളിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ഡിവൈസുകൾ ഹാജരാക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള മൊഴിയുണ്ട്, കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പോൾ തന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഊർജിതമാക്കുകയാണ് SIT. നിലവിലിപ്പോൾ ഈ ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിലെ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ സമാനമായി മറ്റു ചില അന്വേഷണങ്ങളും പരിശോധനകളും കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വടകരയിലും പാലക്കാട്ടും അന്വേഷണം നടത്താനുള്ള SITയുടെ തീരുമാനം. SIT ഉദ്യോഗസ്ഥർ SITയുടെ മേൽനോട്ട ചുമതലയുള്ള G പൂങ്കുഴലിയുമായി ചർച്ച നടത്തിയിരുന്നു. അവർ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥലങ്ങളിൽ കൂടി അന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായ ഒരു പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നുള്ളത്. കൂടുതൽ വിവരങ്ങൾ ആ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇതിനായിട്ടാണ് ഈ ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.